ഹായ് ഗൈസ്, അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. ഇതുവരെ ഞാൻ ഷോർട്സ് ചെയ്യുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ലോങ് വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ച്. അപ്പം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ, കാര്യമായിട്ടൊന്നുമില്ല. ഇലയുടെ ഉണ്ടാക്കിയിരുന്നു, അപ്പോൾ അതെന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഞങ്ങളിവിടെ അരിപ്പൊടി കൊണ്ടാട്ടോ ഉണ്ടാക്കാറുള്ളത്. ഞാൻ ഇന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടൂലേ, ആ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടി ഞാനൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടുവെള്ളത്തിലിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. വെള്ളം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. കുഴച്ചെടുക്കാൻ ഇത്തിരി പാടുപെട്ട്, എന്നാലും നല്ല സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ കുഴച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതിൽ ജസ്റ്റ് തേങ്ങയും പഞ്ചസാരയും മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഏലക്കായ പിന്നെ അങ്ങനെ അവിൽ, ചിലയിടത്തൊക്കെ അവിലൊക്കെ ഇടുന്നത് കാണാം, പക്ഷെ അങ്ങനെ ഒന്നിട്ട് എനിക്ക് ഇഷ്ടമല്ല. അപ്പം ഞാനിതിൽ തേങ്ങയും പഞ്ചസാരയും മാത്രമേ ഇടുന്നുള്ളൂ. ശർക്കര വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ശർക്കര ഇല്ലായിരുന്നു. അപ്പോൾ ഇത് ഇന്നലെ കലത്തപ്പം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി തേങ്ങയാണ് കേട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ തേങ്ങ ചിരവുമ്പോഴേ പകുതി മുക്കാലും ആ ചിരവേമലുണ്ടാവും, പിന്നെ കുറച്ചൊക്കെ ആ തേങ്ങ ചിരട്ടയിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ബാക്കിയൊക്കെ എനിക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ തേങ്ങ ഒക്കെ ചിരവി കഴിഞ്ഞിട്ട് അന്ന് നമുക്ക് കുറച്ച് ചായക്ക് വെള്ളം വെക്കാം. ഞങ്ങൾക്കിവിടെ ഞങ്ങളെ കിണറ്റത്തെ വെള്ളം കുടിക്കാറില്ല കേട്ടോ. അപ്പോൾ അടുത്ത വീട്ടിലത്തെ കിണറിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരല്. അതാണ് ഇങ്ങനെ പാത്രത്തിലാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏതായാലും ചായക്കൊക്കെ വെള്ളം വെച്ച് ഞാൻ ചേട്ടനോട് കുറച്ച് വാനില വെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടി നല്ല കഴുകി തന്നിട്ടുണ്ട്. ഇനി ഏതായാലും നമുക്ക് പരത്താൻ തുടങ്ങാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് അത്യാവശ്യം വലിയ ഉണ്ടന്നെ കേട്ടോ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇലയിൽ നല്ല നൈസായിട്ട് പരത്താൻ പറ്റിട്ടോ, കയ്യിലൊന്നും ഒട്ടി പിടിക്കാതെ. എന്നിട്ട് തേങ്ങ ഇട്ടു, അതിനെ പോലെ കുറച്ച് ആദ്യത്തിൽ നല്ല അത്യാവശ്യം തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടു. പിന്നെ ഞാനിതങ്ങനെ മടക്കി എടുക്കാം കേട്ടോ, വേറെ ഒന്നും ചേർത്തിട്ടില്ലേ. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ തേങ്ങ ഒക്കെ ഇങ്ങോട്ട് വേറിട്ട് വരും. അപ്പോൾ സൈഡിൽ കൂടി ഞാൻ പറഞ്ഞപ്പോൾ ആ സൈഡിൽ കൂടി അപ്പം തന്നെ വരുന്നുണ്ട്. അപ്പോൾ സൈഡ് ഭാഗം ഞാൻ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടോ. അപ്പോഴാണ് ചേട്ടൻ വിളിക്കുന്നത് പുറത്തുനിന്ന്. വരാലെന്ന് പറയും, ഞങ്ങളിതിനെ ബ്രാല് എന്നൊക്കെ ആയിട്ടാണ് പറയുക. അപ്പോൾ അതിന് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ വേഗം പോയി കുട്ടീനെ മേടിച്ച്. പിന്നെ ചേട്ടൻ കുട്ടീനെ കൊണ്ട് പോയിട്ടോ. അപ്പോഴേക്കിന് ഞാൻ പിന്നെ ബാക്കി മാവൊക്കെ ഇത് ഇലയിൽ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചൂടാക്കി വെള്ളം നന്നായി തിളച്ച് വന്നപ്പോൾ ഞാൻ ആക്കി വെച്ചിട്ടുള്ളതൊക്കെ അതിൽ വെച്ചു കേട്ടോ. കുറച്ച് മാവ് ബാക്കിയുണ്ട് കേട്ടോ. അത് ബാക്കി വന്നത് തേങ്ങ നമുക്ക് തികഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇനി ഒരു തേങ്ങ എടുത്ത് ചിരവി അതൊക്കെ മടിയായപ്പോൾ ഞാൻ ആ മാവ് അവിടെ തന്നെ വെച്ചു. അതിനി ഞാനിങ്ങനെ വാഴയിലയിൽ ഒന്നുമില്ലാതെ വെറുതെ പരത്തിക്കാണ്ട് ചുട്ടെടുക്കൂലേ, അങ്ങനെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ട് അവിടെ മാറ്റി വെച്ചതാണ്. അപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ അട ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടീനെ ഞാൻ മേടിച്ചു ചേട്ടൻ്റെ അടുത്ത്. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴേക്കിനും ടൈം കുറേ ആയിട്ടോ, ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കിനും ഞാൻ കുട്ടിക്ക് പിന്നെ ഫുഡ് കൊടുക്കാൻ പോയി. പിന്നെ കണ്ണനും ചേട്ടനൊക്കെ ഞാൻ ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് അമ്മയും കഴിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് പിന്നെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനും കഴിക്കുകയാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വാട്ടിയൊക്കെ എടുത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കിയാലും അരിപ്പൊടിയിൽ ഉണ്ടാക്കിയാലും എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇതിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ കണ്ണന് പഠിക്കാനുള്ള പുസ്തകമൊക്കെ ഇട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവനക്ക് അതും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ അനുമോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുമോൾക്ക് ഒന്ന് കൊടുത്തിട്ട് അവൾ പോവാണെന്ന് പറഞ്ഞപ്പോൾ അവളോട് പറയുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.